നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിനിന്റെ ലെക്ചറിലേക്ക് വരാം. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻ വരിക, എച്ച് പിക്ക് പാരലൽ ആയാൽ എങ്ങനെ അതിന്റെ പ്രൊജക്ഷൻ വരും, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പ്രൊജക്ഷൻ, ഇൻക്ലൈൻഡ് ആയിട്ട് തരുന്നതിന്റെ ഷേപ്പ് തന്നാൽ എങ്ങനെ നമുക്ക് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി കണ്ടുപിടിക്കാം, വി പിയിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം, വി പിക്ക് പാരലൽ ആയാൽ എങ്ങനെ വരയ്ക്കാം, ബി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലാമിനയുടെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം. ഇനി ബി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന സർഫസ് ഒരു പ്രത്യേക ഷേപ്പ് അറൈവ് ചെയ്യുകയാണെങ്കിൽ ആ ഷേപ്പ് എത്രമാത്രം ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് അത് എങ്ങനെ കണ്ടുപിടിക്കാം. എച്ച് പിക്കും വി പിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന പ്ലെയിനിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും വരിക. ഇനി എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയും അതിന്റെ ഏതെങ്കിലും എഡ്ജ് എക്സ് വൈ ലൈന് പാരലായിട്ടും വരികയാണെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന സർഫസുകളുടെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് വരാം. ഫസ്റ്റ് കേസ് പ്ലെയിൻ ഓൺ എച്ച് പി ആണെങ്കിൽ എങ്ങനെ നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാവുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഈ എല്ലാ എക്സാമ്പിളിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു റെക്ടാംഗുലർ ലാമിനയാണ്. അതിന്റെ സൈസ് 60 mm ലെങ്തും 40 mm ഹൈറ്റുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന റെക്ടാംഗുലർ ലാമിന. അതിന്റെ ലെങ്ത് 60ഉം ഹൈറ്റ് 40ഉം ആണ്. സോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് ദ ലോങ്ങർ എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എച്ച് പി, ഇതാണ് വി പി. സോ ഇത് റെക്ടാംഗിൾ ലാമിന എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം. പ്ലെയിൻ ഓൺ എച്ച് പി സച്ച് ദാറ്റ് ദ ലോങ്ങർ എഡ്ജ് ഈസ് പാരലൽ ടു വി പി ഓർ പാരലൽ ടു എക്സ് വൈ ലൈൻ. കണ്ട വി പിക്ക് ഇത് വി പി ആണ്, വി പിക്ക് പാരലൽ ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എക്സ് വൈ ലൈനും പാരലൽ ആയിരിക്കും. ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാന്നാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലാമിന എക്സ് വൈ ലൈനിൽ തന്നെ ആയിരിക്കും. കണ്ടോ, ഇത് എക്സ് വൈ ലൈൻ ആണ്. ഈ കാണുന്നത് ഇതാണ് എക്സ് വൈ ലൈൻ. ഫ്രണ്ടിൽ കൂടെ നോക്കുവാണെങ്കിൽ ഇതാണ് എക്സ് വൈ ലൈൻ. കണ്ടോ, ഇതാണ് എക്സ് വൈ ലൈന്. അപ്പൊ ഈ പ്രൊജക്ഷൻ ഇത് എവിടെ തന്നെയാണ്, ഈ തിക്നെസ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ പ്ലെയിൻ അപ്പൊ എവിടെയാണ്, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. അപ്പൊ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും വരിക, എക്സ് വൈ ലൈനിലായിരിക്കും വരിക. ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക, അതിന്റെ ആക്ച്വൽ സൈസ് തന്നെ കാണാൻ പറ്റും. 60/40 കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഈ ലോങ്ങർ എഡ്ജ് എത്ര ലെങ്ത് ആണ് തന്നിട്ടുണ്ട്, എത്ര ലെങ്തിലാണ് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കാണിക്കാം. ഇത് 10 mm മുമ്പിലോട്ടാണോ 20 mm മുമ്പിലോട്ടാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കാണിക്കാം. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കുക, ഫ്രണ്ട് വ്യൂല് എക്സ് വൈ ലൈനിൽ തന്നെ ആയിരിക്കും, ടോപ്പ് വ്യൂല് അതിന്റെ ട്രൂ ഷേപ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂല് അതിന്റെ ട്രൂ ഷേപ്പ് തന്നെ കാണാൻ പറ്റും. അപ്പൊ ഇത് 60/40 ആണെങ്കിൽ 60 ലെങ്തില് 40 ഹൈറ്റില് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ. ഇതിന് പേര് കൊടുക്കാം ABCD. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എവിടെ വരും, എക്സ് വൈ ലൈനിലായിരിക്കും. ഇത് നേരെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. തിൻ ലൈൻസ് ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കേണ്ടത്. ഇതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. പിന്നെ പേര് കൊടുക്കാം എ ഡാഷ് ആണ് മുമ്പിലുള്ളത്, ഡി ഡാഷ് ബാക്കിലാണ്. അപ്പൊ എ ഡാഷ് ബ്രാക്കറ്റില് ഡി ഡാഷ്, ബി മുമ്പിലാണ്, അതിന്റെ ബ്രാക്കറ്റില് സി ഡാഷ് കൊടുക്കാം, ബി ഡാഷ് സി ഡാഷ്. അതായത് ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ്, ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ എ ബി സി ഡി. അപ്പൊ ഇവിടെ എ ഇവിടെ ആണെങ്കിൽ എയുടെ ബാക്കിലാണ് ഡി വരുന്നത്, ബി ഇവിടെ ആണെങ്കിൽ ബിയുടെ ബാക്കിലായിരിക്കും സി വരുന്നത്. അപ്പൊ ഇതിന്റെ അത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മുമ്പിൽ കാണുന്ന എയും ബിയും ആയിരിക്കും നമുക്ക് ബ്രാക്കറ്റ് ഇല്ലാത്ത വരുന്നത്. അതിന്റെ ബാക്കിലുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിനകത്തായിരിക്കും കാണിക്കുക. അപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഡാഷ് ഉപയോഗിക്കും, ടോപ്പ് വ്യൂ നമ്മൾ ഡാഷ് ഉപയോഗിക്കില്ല. നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം. ഇവിടെ again the rectangular lamina of 40/60 is parallel to HP. ഓക്കെ, ഇത് എച്ച് പി ആണെങ്കിൽ എച്ച് പിക്ക് പാരലൽ ആയി നിൽക്കുകയാണ്. അപ്പൊ എത്രയാണ് ഹൈറ്റ് പറഞ്ഞത്, 20 mm എബോ എച്ച് പി. അപ്പൊ ഇത് എച്ച് പിയിൽ നിന്ന് 20 mm പൊങ്ങിയാണ് നിൽക്കുന്നത്. പിന്നെന്താണ്, ദ ലോങ്ങർ എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നും കൂടി പറയുന്നുണ്ട്. ലോങ്ങർ എഡ്ജ് ഈസ് പാരലൽ ടു വി പി. അപ്പൊ ഫ്രണ്ട് വ്യൂ കൂടി നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ട് നിൽക്കുന്ന ഒരു ലൈൻ ആയിരിക്കും ഫ്രണ്ട് വ്യൂ ആയിട്ട് കാണുക. ടോപ്പിൽ നമുക്ക് എന്ത് തന്നെ കാണാൻ പറ്റും, അതിന്റെ ട്രൂ ഷേപ്പ് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഫ്രണ്ട് വ്യൂല് നമുക്ക് എക്സ് വൈ ലൈനിന്റെ പാരലൽ ആയിട്ടിരിക്കുന്ന ലൈൻ ആയിരിക്കും, ടോപ്പ് വ്യൂല് ട്രൂ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ട്രൂ ഷേപ്പ് വരയ്ക്കുകയാണ്. അപ്പൊ ഇത് എത്രയാണ്, 60 mm ലെങ്തില് 40 mm ഡെപ്തില് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ, അതിന് പേര് കൊടുക്കാം ABCD.
പിന്നെ എത്ര എബോ HP ആണ്? 20 mm എബോ HP ആണ്. അപ്പോ ഇവിടെ നിന്നും 20 mm മുകളിലോട്ട് മാറി വേണം വരയ്ക്കേണ്ടത്. XY ലൈനിൽ നിന്ന് 20 mm മുകളിലോട്ട് പൊക്കുക. ഈ ഡിസ്റ്റൻസ് 20 ആയിരിക്കും. അപ്പോ ഇതായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ ഇത് XY ലൈനിന് പാരലൽ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇതെന്താണ്? A', B', ബാക്കിൽ C', D'. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ ആ റെക്ടാംഗുലർ ലാമിന ഈസ് ഇൻക്ലൈൻഡ് ടു HP ആണ്. HP ക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇത് HP ആണ്. ഇത് HP ആണ്. HP ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്. ആംഗിള് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്. ഓൾസോ ദ ഷോർട്ടർ എഡ്ജ് ഈസ് ഓൺ HP. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. ഷോർട്ടർ എഡ്ജ് ഈസ് ഓൺ HP വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആണ്. VP ക്ക് ഇതാണ് VP ക്ക് പെർപെൻഡിക്കുലർ ആണ്. XY ലൈനിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ലാമിന. അപ്പൊ ഫ്രണ്ടിൽ കൂടെ നോക്കുവാണെങ്കിൽ ഇത് 60 തന്നെ ആയിരിക്കും. പക്ഷെ ഇൻക്ലിനേഷൻ എത്രയായിട്ട് മാറി കാണും? 30 ഡിഗ്രി ആയിട്ട് മാറി കാണും. ഞാൻ അതിന്റെ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ടോപ്പിൽ കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് 60/40 ഉള്ള ഒരു റെക്ടാംഗിൾ കാണാൻ പറ്റില്ല. കാരണം ഇത് 60 എന്നുള്ള ലെങ്ത് ഷോർട്ട് ആൻഡ് ലെങ്ത് ആയിട്ട് മാറി കാണും, കുറഞ്ഞു കാണും. പക്ഷെ 40 ആയിട്ട് തന്നെ നമുക്ക് ടോപ്പ് വ്യൂല് കാണാൻ പറ്റും. പക്ഷെ 60യുടെ ഒരു cos 30 അത് അത്രയായിരിക്കും കാണാൻ, അത്രയല്ലേ ലെങ്ത് കുറഞ്ഞു കാണും. അപ്പൊ ഈ ടോപ്പിൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ള കാര്യം ഞാനത് പറഞ്ഞു തരാം. ഇതിനു വേണ്ടി നമ്മൾ അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ വരച്ചിട്ട് വേണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് XY ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇൻക്ലിനേഷന് മുമ്പുള്ള പൊസിഷൻ വരച്ച് തന്നെ ശീലിക്കുക. ഓക്കെ, ആദ്യം ഇൻക്ലിനേഷന് മുമ്പുള്ളത് വരയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ ഇതിന് HP തന്നെ റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനെ HP റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിലും ടോപ്പ് വ്യൂ നമുക്ക് ട്രൂ ഷേപ്പും ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 60/40 റെക്ടാംഗിൾ വരയ്ക്കുക. അപ്പൊ 60/40 റെക്ടാംഗിൾ ടോപ്പ് വ്യൂവിൽ വരച്ചു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും? ഓൺ XY ലൈനിലായിരിക്കും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഇവിടെ XY ലൈനിൽ കിട്ടും. അപ്പൊ അതിന് നമുക്ക് പേര് കൊടുക്കാം ABCD A', B', C', അപ്പൊ ഇത് വരച്ചിട്ട് വേണം ഇൻക്ലൈൻഡ് സർഫസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകും ചോദിച്ചു കഴിഞ്ഞാല്, ഇനി വേണം നമ്മൾ ഈ ലെങ്ത് 60 ഇല്ലേ, ഇത് പറയുന്നുണ്ട് ഷോർട്ടർ എഡ്ജസ് ഓൺ HP ആണെന്ന്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? A', D' ആണ്. കാരണം ഇതൊരു പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിലും അത് AD ആണ്. ഈ ADയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്ന പോയിന്റ്. അത് എവിടെ റെസ്റ്റ് ചെയ്യിക്കണം? കൺവീനിയന്റ് ഒരു പോയിന്റ് റെസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിന് A', D' എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നും നമ്മൾ പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ 60 mm വരയ്ക്കുക. സോ ഇതാണ് 60 എങ്കിൽ ഇതായിരിക്കും നമ്മുടെ 60. ഓക്കെ, എന്നിട്ട് എന്താണ്? B', C' പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ABCDയിൽ നിന്ന് താഴോട്ട് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇവിടെ നിന്ന് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്രൊജക്ഷൻ വരയ്ക്കുക. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് മാച്ച് കളയാം. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ A ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട A. B ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട B. C കണ്ടോ, ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട C. Dയും ഇതെല്ലാം കൂടി നമ്മൾ D കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, സോ ഇത് നോക്കിയാൽ ഇത് 60യേക്കാളും കുറവുള്ള വേറൊരു റെക്ടാംഗിൾ ആയിട്ടായിരിക്കും മാറുക. നമ്മൾ ഇനി അടുത്ത ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സാധനം, അതായത് നമുക്ക് കിട്ടിയ ഈ റെക്ടാംഗിൾ എന്ന് പറയുന്നത് സ്ക്വയർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഇൻക്ലിനേഷൻ, അതാണ് നമ്മൾ അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ ഒരു റെക്ടാംഗിൾ, സെയിം റെക്ടാംഗിൾ 60/40 നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലേക്ക് വിത്ത് റെസ്പെക്ട് ടു HP ടിൽറ്റ് ചെയ്യാണ്. ഓക്കെ, നേരത്തെ നമ്മൾ 30 ഡിഗ്രിയിലേക്കാണ് ടിൽറ്റ് ചെയ്തത്. അപ്പൊ നമുക്കിവിടെ ഒരു വേറൊരു ഷേപ്പുള്ള റെക്ടാംഗിൾ കിട്ടി ടോപ്പ് വ്യൂല്. പക്ഷെ ഇത് ഞാൻ ഏതോ ഒരു ഇൻക്ലിനേഷനിലേക്ക് തിരിച്ചപ്പോഴേക്കും ഇവിടെ എന്ത് കിട്ടി? ടോപ്പ് വ്യൂ നമുക്ക് സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ഇൻക്ലിനേഷൻ ആണെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ നമ്മൾ വേറെ ടൈപ്പ് ഒക്കെ പഠിക്കും. അതായത് റോംബസ് സ്ക്വയർ ആകുന്നത്, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ പഠിക്കും. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇവിടെ ഞാൻ പറയുന്നത്. അതിന്റെ ഒരു ബേസിക്സ് ആണ്. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ ഇത് സ്ക്വയർ കിട്ടിയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം അതെന്താണ് സ്ക്വയർ ആണെന്ന്. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂലുള്ള സ്ക്വയർ നമ്മൾ ഇവിടെ ആദ്യം വരയ്ക്കണം. വരച്ചു കഴിഞ്ഞിട്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് എത്രയാണ് ആംഗിൾ എന്നുള്ളത് കിട്ടും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഓഫ് കോഴ്സ് ആദ്യം നമ്മൾ ഈ ബേസ് പൊസിഷൻ വരയ്ക്കുക. 60/40 വരയ്ക്കുക. ദിസ് ഈസ് 60 ആൻഡ് ദിസ് ഈസ് 40.
ഓക്കെ, ഇതിന്റെ കൂടെയുള്ള ഓട്ടോകാഡ് ഡ്രോയിങ് നോക്കുക. അപ്പൊ അതിന്റെ ഡയമെൻഷൻ കൃത്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതെന്ത് തന്നെയാണ്, ഇത് 60 തന്നെയാണ്, സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ ടോപ്പ് നമുക്കറിയാം സ്ക്വയർ ആണെന്ന്. അപ്പൊ ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്വയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ലൈൻ പാരലായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക, തിൻ ലൈൻ ആണ്. ഇവിടെ നിന്ന് ലൈൻ പാരലായിട്ട് വരയ്ക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സ്ക്വയർ വരയ്ക്കുക. ഇത് 40 ആണ്. അപ്പൊ സ്ക്വയറിന്റെ ഈ ഡയമെൻഷൻ തന്നെ ആയിരിക്കും 40 ആയിരിക്കും. അപ്പൊ 40 ഉള്ള ഒരു സ്ക്വയർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് കിട്ടേണ്ട ആ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ടർ എഡ്ജ് എത്രയാണോ, റെക്ടാംഗിളിന്റെ ഷോർട്ടർ എഡ്ജ് എത്രയാണോ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, ABCD ആയിട്ട് മാറി കാണും. ABCD ഉണ്ടോ? അപ്പൊ ടോപ്പ് വ്യൂ ബിക്കം എ സ്ക്വയർ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ മുകളിലോട്ട് വരച്ചു. പിന്നെ ഇത് റെസ്റ്റിംഗ് ഓൺ HP ആണ്. അപ്പൊ ഇത് ഇവിടം വരെ മതി. അപ്പൊ ഇതായിരിക്കും നമ്മുടെ A' പിന്നെന്താണ് D'. അപ്പൊ ഇനി നമുക്ക് BC ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പൊ ഈ ലെങ്ത് എത്രയാണ്, 60 ആണ്. അപ്പൊ ഈ A സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു 60 mm റേഡിയസില് ഒരു ആർക്ക് എടുത്ത് കട്ട് ചെയ്യുക. അത് ഇവിടെ മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇതായിരിക്കും നമ്മൾ കിട്ടേണ്ട ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ B', C'. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആംഗിൾ θ. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. നമ്മൾ ഇത്ര നേരം പഠിച്ചതിന്റെ റിവേഴ്സ് ആണ് പഠിക്കാൻ പോണത്. Object on VP, rectangular lamina of size 60/40 is resting on VP. കണ്ടോ, VP യിൽ റെസ്റ്റ് ചെയ്യാണ്. So that the longer edge is parallel to HP. Longer edge is parallel to HP. അപ്പൊ ഫ്രണ്ട് വ്യൂ നമുക്ക് എന്ത് കാണാൻ പറ്റും, ട്രൂ ഷേപ്പ് കാണാൻ പറ്റും. ടോപ്പിലായിരിക്കും എന്ത് കാണാൻ പറ്റുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കാണാൻ പറ്റുക. അത് എവിടെയായിരിക്കും, XY ലൈനിലായിരിക്കും അതിന്റെ പ്രൊജക്ഷൻ വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ XP പഠിച്ചതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 60/40 റെക്ടാംഗിൾ കിട്ടും. അപ്പൊ 60/40 റെക്ടാംഗിൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കുക. ദിസ് വിൽ ബി 60/40. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ലൈൻ പ്രൊജക്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും, XY ലൈനിലായിരിക്കും. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. അപ്പൊ നമുക്കിത് പേര് കൊടുക്കാം, A', B', C', D'. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് D ആയിരിക്കും മുകളിൽ കാണാൻ പറ്റുക, ബ്രാക്കറ്റിൽ വേണം A കൊടുക്കേണ്ടത്. C ആയിരിക്കും കാണാൻ പറ്റുക, ബ്രാക്കറ്റിൽ വേണം എന്ത് കൊടുക്കേണ്ടത്, B കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ VPക്ക് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. 20 mm ഫ്രണ്ട് ഓഫ് VP ആണ്. കണ്ടോ, VPക്ക് പാരലാണ്. കണ്ടോ, VPക്ക് പാരലൽ ആയിട്ടാണ് നമ്മുടെ റെക്ടാംഗിൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ഫ്രണ്ട് വ്യൂ ട്രൂ ഷേപ്പ് തന്നെ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് തന്നെ ആയിരിക്കും. ടോപ്പ് വ്യൂ പാരലൽ ടു XY ലൈൻ ആയിരിക്കും. XY ലൈനിലല്ല, പാരലൽ ടു XY ലൈൻ ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ആദ്യം ഫ്രണ്ട് വ്യൂല് A', B', C', D' വരയ്ക്കുക. എത്ര ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്, 20 ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പൊ ഇവിടെ നിന്ന് XY ലൈനിൽ നിന്നും 20 മാറ്റിയിട്ട് വേണം നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ എന്താണ്, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു XY ലൈൻ ആയിരിക്കും. അപ്പൊ ഇത് മുകളിൽ കൂടെ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് D ആണ്, അതിന്റെ ബാക്കിലാണ് C എന്ത് വരുന്നത്, A വരുന്നത്. ഇതെന്ന് പറയുന്നത് C ആണ്, സിയുടെ ബാക്കിലാണ് B വരുന്നത്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 20 mm ആയിരിക്കും. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ സെയിം ലാമിന 60/40 ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. VP മായിട്ടാണ് ഇൻക്ലൈൻഡ് നിൽക്കുന്നത്. കണ്ടോ, ഇൻക്ലിനേഷൻ VP മായിട്ടാണ്. അപ്പൊ അത് ടോപ്പ് വ്യൂ കൂടെ നോക്കുമ്പോഴായിരിക്കും ആ ഇൻക്ലിനേഷൻ നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ, ആ ഇൻക്ലിനേഷൻ നമുക്ക് ടോപ്പ് വ്യൂയിലൂടെ ആയിരിക്കും കാണാൻ പറ്റുക. ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ട് വ്യൂ, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് 60/40 ഉള്ള റെക്ടാംഗിൾ കാണാൻ പറ്റില്ല. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നമുക്ക് ആ ഇൻക്ലിനേഷൻ കാണാൻ പറ്റും. ഓക്കെ, 30 ഡിഗ്രി നമുക്ക് ടോപ്പ് വ്യൂവിലായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്നത് 60/40 ആയിരിക്കില്ല. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഓറിയന്റേഷൻ വരുന്നത്. ഷോർട്ടർ എഡ്ജ് ഈസ് ഓൺ VP എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഷോർട്ടർ എഡ്ജ് ടച്ചിങ് VP. ഓൾസോ that shorter edge is perpendicular to HP. HPക്ക് പെർപെൻഡിക്കുലർ ആണ്, HPക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് XY ലൈൻ വരയ്ക്കുക.
അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ VP-യിൽ ലേ ചെയ്യിപ്പിക്കുക. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? 60/40യും പിന്നെ ടോപ്പിൽ എന്ത് കാണാൻ പറ്റും? XY ലൈനിലായിരിക്കും അത് കാണാൻ പറ്റുന്ന ടോപ്പ് വ്യൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചാല് 60/40 ഫ്രണ്ട് വ്യൂ ഇനിഷ്യലി വരയ്ക്കും. സോ ദിസ് ഈസ് 40 ആൻഡ് 60. പേര് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് എവിടെ ആയിരിക്കും? ഓൺ XY ലൈനിലായിരിക്കും. അപ്പൊ ഇത് XY ലൈനിൽ ഇവിടെ എന്ത് കിട്ടി? ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ എന്തായിരിക്കും പേര് കൊടുക്കേണ്ടത്? D ബ്രാക്കറ്റിൽ A, C ബ്രാക്കറ്റിൽ B. ഇനി ഇത് നോക്കുക, ഇത് XY ലൈനിലാണ് നിൽക്കുന്നത്. ഇനി ഇത് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 30 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു എഡ്ജ് XY ലൈനിൽ നിൽക്കുന്ന വിധത്തിൽ വേണം എന്ത് ചെയ്യേണ്ടത്? 60 mm റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇടേണ്ടത്. സോ ദിസ് ആംഗിൾ ബിക്കം 30 ഡിഗ്രി. അപ്പൊ ഇത് ഏത് പോയിന്റ് ആണ്? ഡിയും എയുമാണ്. ഈ പോയിന്റ് ഏതാണ്? സിയും ബിയുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ലൈൻസ് മുകളിലോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻസ് മുകളിലോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റുകൾ നോക്കാം. എയും എയും, അപ്പൊ ഈ പോയിന്റ് A', ബിയും ബിയും ഈ ആവശ്യകതയൊക്കെ മാച്ച് കളയാം നമുക്ക്. സിയും സിയും ഡിയും ഡിയും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് തിക്കായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫ്രണ്ട് വ്യൂ ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഇൻക്ലിനേഷൻ ആയിരിക്കും വരിക എന്നായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ ഒരു എഡ്ജ് VP-യിൽ റെസ്റ്റ് ചെയ്യാണ്, അതിനോടൊപ്പം ഞാൻ ടിൽറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ റെക്ടാംഗിൾ മാറിക്കൊണ്ടിരിക്കും, റെക്ടാംഗിളിന്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും. നേരത്തെ കേസിലാണെങ്കിൽ 30 ഡിഗ്രി ടിൽറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര ഡിഗ്രി ടിൽറ്റ് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇത് ടിൽറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോഴേക്കും അത് എന്തായിട്ട് മാറിക്കാണും? സ്ക്വയർ ആയിട്ട് മാറിക്കാണും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ട് മാറിക്കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ഇൻക്ലിനേഷൻ ആയിരിക്കും VP-യുമായിട്ട് മേക്ക് ചെയ്യുന്നത്? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ ബേസ് പൊസിഷൻ വരയ്ക്കുക. എങ്ങനെയാണ്? അത് VP-യിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഇവിടെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ലൈൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ലൈൻസ് പ്രൊജക്ട് ചെയ്യുക, നമുക്ക് ഇവിടെ സ്ക്വയർ വരയ്ക്കാം. അപ്പൊ ഇതിന്റെ ഷോർട്ട് എഡ്ജ് 40 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ക്വയറും 40 സൈസിലുള്ള സ്ക്വയർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ 40യുടെ സ്ക്വയർ നമുക്ക് ഇവിടെ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ട? പേര് കൊടുക്കാം. എന്താണ്? A', B', C', D'. ഇവിടെ നിന്ന് പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുക. ഇത് എവിടെ വരെ മതി? നമുക്ക് XY ലൈൻ വരെ മതി, കാരണം നമ്മൾ XY ലൈൻ റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഡിയും എയും ആയിരിക്കും. ഇത് സെന്ററാക്കി വെച്ചുകൊണ്ട് ഇതിന്റെ സൈസ് എത്രയാണ്? 60 അല്ലേ? ഈ 60 mm റേഡിയസില് ഒരു ആർക്ക് എടുത്ത് ഈ പ്രൊജക്ടറിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ബിയും സിയും ആയിരിക്കും. ഈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞായിരിക്കും എന്തോന്നാ? 5. ആ 5യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ഷേപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഓറിയന്റേഷനിലേക്കാണ് ഇത് ടിൽറ്റ് ആവണം നമുക്ക് പഠിക്കാം. നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ റെക്ടാംഗിൾ ലാമിന 40/60 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP ആണ്. ഓക്കെ, അപ്പോ നമുക്കത് വേണ്ട, അത് പെർപെൻഡിക്കുലർ HP ആണ്, പെർപെൻഡിക്കുലർ VP ആണ്. കണ്ടോ? അപ്പൊ ഫ്രണ്ട് വ്യൂ കൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈൻ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? ഫ്രണ്ട് വ്യൂ കൂടി നോക്കി കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ HP-ക്ക് പെർപെൻഡിക്കുലർ കാണാൻ പറ്റത്തുള്ളൂ. ടോപ്പ് വ്യൂ കൂടി നോക്കി കഴിഞ്ഞാലും ഒരു ലൈൻ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഇങ്ങനത്തെ പൊസിഷനിൽ ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? സൈഡ് വ്യൂ കൂടി നോക്കിയാലാണ് 60/40 നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ? സൈഡ് വ്യൂ കൂടി നോക്കുമ്പോൾ അതിന്റെ ട്രൂ ഷേപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏത് കേസിലാണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ അത് പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും, അത് സൈഡ് വ്യൂയിലായിരിക്കും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ നിയറസ്റ്റ് എഡ്ജ് ഈസ് 20 above HP. അപ്പൊ ഇത് എത്രയാണ്? കണ്ടോ? ഇവിടെ നിന്ന് 20 above HP ആണ്, 25 in front of VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റും. ഓക്കെ, സൈഡ് വ്യൂ എന്ന് വേണം ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം XY ലൈൻ വരയ്ക്കുക. ഓക്കെ, ദിസ് ഈസ് XY ലൈൻ. എന്നിട്ട് ഇവിടെ നമുക്ക് സൈഡ് വ്യൂവിന് വേണ്ടിയുള്ള പ്രൊഫൈൽ പ്ലെയിൻ നമുക്ക് ഇവിടെ വരയ്ക്കാം.
എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എബോ എച്ച് പി ആണ്? 20 എബോ എച്ച് പി. എത്ര ഇൻ ഫ്രണ്ട് ഓഫ് ആണ്? 25 ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പൊ 25 mm ഇങ്ങോട്ട് മാറ്റിയിട്ട് 20 mm മുകളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 60/40 റെക്ടാങ്കിൾ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പൊ ഇവിടെ നിന്നും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 എബോ ആണ്. ഇതെന്ന് പറയുന്നത് 25 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആരെ കിട്ടും? എ ഡബിൾ ഡാഷ്, ബി ഡബിൾ ഡാഷ്, സി ഡബിൾ ഡാഷ്, ഡി ഡബിൾ ഡാഷ്. അപ്പൊ സൈഡ് വ്യൂ എപ്പോഴും നമ്മൾ ഡബിൾ ഡാഷ് ഉണ്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഇവിടെ നിന്ന് നേരെ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻ നേരെ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പം ഇതിനകത്തായിരിക്കും ആര് വരിക? ഫ്രണ്ട് വ്യൂ വരിക. ആ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കണ്ടോ? ഓക്കെ, ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് സി ഇവിടെ കാണാം. സിയുടെ ബാക്കിലായിരിക്കും നമുക്ക് ഡി കാണുക. സി ഡാഷ് ഡി ഡാഷ്. ഇവിടെ നമുക്ക് ബി കാണാൻ പറ്റും. ബിയുടെ ബാക്കിലായിരിക്കും നമുക്ക് ആരെ കാണാൻ പറ്റുക? എ കാണാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കാം? ഇവിടെ നിന്ന് നേരെ താഴോട്ട് ലൈൻ വരച്ച് ഇവിടെ നിന്ന് ഇത് സെന്ററാക്കി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് സെന്ററാക്കി റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ലൈൻസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ? എന്നിട്ട് ഇതിന്റെ അതേ പൊസിഷനിൽ വേണം താഴെ വരയ്ക്കേണ്ടത്. ഇതിന്റെ അതേ പൊസിഷനിൽ വേണം വരയ്ക്കേണ്ടത്. ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ. അപ്പൊ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ മുകളിൽ എന്തായിരിക്കും വരിക? ഇതെന്താണ്? സി ആയിരിക്കും മുകളിൽ വരുന്നത്. സി ബ്രാക്കറ്റില് ബി. ഇവിടെ നോക്കുവാണെങ്കിൽ ഡി ആയിരിക്കും മുകളിൽ വരുന്നത്. ബ്രാക്കറ്റിൽ ആരായിരിക്കും വരിക? എ. അപ്പൊ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് ഈ പ്രൊജക്ടറും കൂടി താഴോട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണെങ്കിൽ പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും എന്ത് കാണാൻ പറ്റുക? ട്രൂ ഷേപ്പ് കാണാൻ പറ്റുക. ഇത് 60, ഇത് 40. ഒരു കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരേ ലൈനിൽ തന്നെയും ആയിരിക്കും. രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കേസിലേക്ക് വരാം. ഇവിടെ ദാറ്റ് പ്ലെയിൻ ദാറ്റ് ലാമിന 60/40 ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഷോർട്ടർ എഡ്ജ് ഈസ് ഓൺ എച്ച് പി ആൻഡ് പാരലൽ ടു എക്സ് വൈ ലൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റെക്ടാംഗുലർ ലാമിന വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. അതിന്റെ ഈ ഷോർട്ടർ എഡ്ജ് 40 ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആൻഡ് 20 ഫ്രണ്ട് ഓഫ് വി പി. കണ്ട 20, ഇത് 20 mm ആണ്. 20 ഫ്രണ്ട് ഓഫ് വി പി. എന്നിട്ട് അത് നൗ ഇറ്റ് ഈസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇത് ഇങ്ങനെ ടിൽറ്റ് ആകുമ്പോ നോക്കിയാൽ അത് എച്ച് പിക്കും ടിൽറ്റായി വി പിക്കും ടിൽറ്റായി. കണ്ടോ? അപ്പൊ അതിന്റെ ആക്ച്വലി ഇൻക്ലിനേഷൻ കാണാൻ പറ്റുന്നത് എവിടെ കൂടിയാണ്? സൈഡിൽ കൂടി നോക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഇൻക്ലിനേഷൻ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ടിൽറ്റായി ഏതോ ഒരു ഓറിയന്റേഷനില് ടോപ്പ് വ്യൂ ബിക്കം എന്താണ്? സ്ക്വയർ ആയി. ദ ടോപ്പ് വ്യൂ ബിക്കം സ്ക്വയർ ആയി. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി. ഇതാണ് നമ്മള് ചോദ്യം. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടും, ടോപ്പ് വ്യൂ കിട്ടും, സൈഡ് വ്യൂ കിട്ടും. അപ്പൊ അതിനുവേണ്ടി എക്സ് വൈ ലൈൻ വരയ്ക്കുക, എക്സ് ഡാഷ് വൈ ഡാഷ് വരയ്ക്കുക. സോ ദിസ് എക്സ് വൈ ലൈൻ വരയ്ക്കുക. സൈഡ് വ്യൂവിന് വേണ്ടി നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷും വരയ്ക്കാം. സോ ദിസ് ഈസ് എക്സ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ്. ഇനി എന്താ പറയാൻ ചോദിച്ചു കഴിഞ്ഞാല് നിയറസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് എത്ര ഫ്രണ്ട് ഓഫ് വി പി ആണ്? 20 ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ 20 ഫ്രണ്ട് ഓഫ് വി പി ആക്കിയിട്ട് ഇവിടെ നമുക്ക് ടോപ്പിൽ എന്താ കിട്ടിയ? ഒരു സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്ക്വയർ ഇവിടെ വരയ്ക്കാം. ടോപ്പ് വ്യൂല് ഒരു 40യുടെ സ്ക്വയർ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് സ്ക്വയർ 40. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ വരയ്ക്കണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് വ്യൂ നമുക്ക് ഇവിടെ വരയ്ക്കാം. അത് നേരെ എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഇത് സെന്ററാക്കി വെച്ചുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ സെന്ററാക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് എടുത്ത് വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ആർക്ക് എടുത്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഇതിന് പേര് കൊടുക്കാം എ ബി സി ഡി. ഈ പറയുന്ന സിയും ഡിയും പോയിന്റ് ആയിരിക്കും ഇത്. സി ഡബിൾ ഡാഷും ഡി ഡബിൾ ഡാഷും. എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് ലൈൻ വരയ്ക്കുക, പ്രൊജക്ഷൻ വരയ്ക്കുക. നമുക്ക് അറിയാം ഇതിന്റെ ലെങ്ത് എത്രയാണ്. ഇത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിന്റെ 60 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, സൈഡ് വ്യൂല് കാണാൻ പറ്റും. അപ്പൊ ഇത് സെന്ററാക്കി വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60 എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് വ്യൂ കിട്ടും. സോ ദിസ് വിൽ ബി ദ പോയിന്റ് എ ഡബിൾ ഡാഷ് ആൻഡ് ബി ഡബിൾ ഡാഷ്.
ഈ ആംഗിൾ എന്ന് പറയുന്നത് and that will be theta. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ലൈൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഇത് നമുക്ക് പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യാം, ഇവിടെ നിന്ന് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ഇത് ആവശ്യമുള്ളതൊക്കെ മാച്ച് കളയാം. എന്നിട്ട് എന്താണ് എയും എയും, അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും എ, ബിയും ബിയും, ഇത് ഡാഷ് ഡാഷ്, ഈ പോയിന്റ് സിയും സിയും, ഡിയും ഡിയും. അപ്പൊ നമുക്ക് ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഈ ക്വസ്റ്റിൽ നമുക്ക് ടോപ്പ് വ്യൂ സ്ക്വയർ ആയിട്ട് വരച്ചു, സൈഡ് വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്തു, ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്ലിനേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത കേസിലേക്ക് വരാം. അഗൈൻ ഇത് ഇൻക്ലൈൻഡ് ബോത്ത് ദ പ്ലെയിൻ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഷോർട്ടർ ബേസ് എഡ്ജ്, ബേസ് എഡ്ജിൽ ഷോർട്ടർ എഡ്ജ്, റെക്ടാങ്കിൾ ലാമിന വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ ഷോർട്ടർ എഡ്ജ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു എച്ച് പി. അപ്പൊ ഇത് എച്ച് പി ആയിട്ട് 40 ഡിഗ്രി മേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. കണ്ടോ, നൗ ഇറ്റ് ഈസ് മേക്കിംഗ് 40 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു എച്ച് പി. ദെൻ ഇപ്പൊ എന്താണ്, നൗ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ഓൾസോ, വി പി ആയിട്ട് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ അങ്ങനെയല്ല ക്വസ്റ്റ്യനിൽ പറയുന്നത്. റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഇപ്പൊ എങ്ങനെ നിൽക്കുകയാണ്, നൗ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, ദാറ്റ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി. കണ്ടോ, ഇത് ഇങ്ങനെ ടിൽറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് എച്ച് പിയുമായിട്ടും ഇൻക്ലൈൻഡ് ആയി, വി പിയുമായിട്ടും ഇൻക്ലൈൻഡ് ആയി. അപ്പൊ എച്ച് പിയുമായിട്ടുള്ള ഇൻക്ലിനേഷൻ 40യും വി പിയുമായിട്ട് ഈ ബേസ് എഡ്ജ് മേക്ക് ചെയ്യണത് എത്രയായിട്ട് മാറിക്കാണും, 30 ആയിട്ട് മാറിക്കാണും. അപ്പോഴേക്ക് ഈ പ്ലെയിൻ എന്തായിട്ട് മാറിക്കാണും, ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ് ആയിട്ട് മാറിക്കാണും. മനസ്സിലായോ? സ്റ്റിൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്. ഓക്കെ, അപ്പൊ ഇത് ഏതോ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലേക്കായിരിക്കും മാറിയത്. അപ്പൊ നമുക്ക് അതെങ്ങനെ പ്രൊജക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയാണിത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ ലൈൻ വരയ്ക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേസ് പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ ഇതിനെ എവിടെ റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിലും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രൂ ഷേപ്പും ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ 60/40 റെക്ടാംഗിൾ ഇവിടെ വരയ്ക്കുക. 60/40 റെക്ടാംഗിൾ വരയ്ക്കുക. സോ ദിസ് ഈസ് 60/40. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിലാണ്. അപ്പൊ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യുക. സോ ഇതിന് പേര് കൊടുക്കാം എ ബി സി ഡി. അപ്പൊ ഇതെന്തായിരിക്കും, എ ഡാഷ് ബാക്കില് ഡി ഡാഷ്, ബി ഡാഷ് ബാക്കില് സി ഡാഷ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. ഇനി എന്താണ് പറയുന്നത്, തീറ്റ ഈസ് 40 ഡിഗ്രി. അപ്പൊ കൺവീനിയന്റ് ഒരു പൊസിഷനിൽ എന്ത് മാർക്ക് ചെയ്യുക, എ ഡാഷ് ഡി ഡാഷ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും 40 ഡിഗ്രിയിൽ 60 mm വരയ്ക്കുക. ദിസ് ഈസ് 40 ഡിഗ്രി, ലെങ്ത് 60 mm. അതായത് ഇതിനെ ഞാൻ എങ്ങോട്ട് ടിൽറ്റ് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ ടിൽറ്റ് ചെയ്യണം. ദാറ്റ് മെയിൻ ഫ്രണ്ട് വ്യൂലാണ് തിരിയുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആണ് തിരിയുന്നത്. ദിസ് വിൽ ബി ബി ഡാഷ് സി ഡാഷ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് മാച്ച് കളയാം. അപ്പൊ എ ദിസ് വിൽ ബി എ ആൻഡ് ദിസ് ഇസ് ബി, സി ആൻഡ് ഡി. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് ഇവിടെ തിക്ക് ലൈൻ ആയിട്ട് കാണിക്കാം. സോ ബ്ലാക്കിൽ ഞാൻ കാണിക്കുകയാണ്. ഇപ്പൊ അത് എവിടെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യേണ്ടത്, എ ഡി എന്ന് പറഞ്ഞ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യണത്. കണ്ടോ, എ ഡി ആയിട്ടാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എ ഡി ഇപ്പൊ എങ്ങനെ നിൽക്കുകയാണ്, നൗ ദ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. കണ്ടോ, നൗ ദ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. ശരിയല്ലേ? അപ്പൊ ഇനി എന്താ പറഞ്ഞത്, ദാറ്റ് ഷുഡ് ബി ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് വി പി. അപ്പൊ നമുക്ക് ഇതിനെ ടിൽറ്റ് ചെയ്യണം. അപ്പൊ ടോപ്പിലേക്ക് അത് കാണാൻ പറ്റുക, ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. സോ ദാറ്റ് ദിസ് ആംഗിൾ, അപ്പൊ ഇതുമായിട്ട് മേക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയായിട്ട് മാറും, 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് കൺവീനിയന്റ് പൊസിഷനിൽ ഒരു 30 ഡിഗ്രി ലൈൻ ഇവിടെ വരയ്ക്കുക. കണ്ടോ, ദിസ് ഈസ് 30 ഡിഗ്രി. ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പോയിന്റ് ഡി മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡി ഇല്ലേ, ഡി, ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഡി എ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം, ഇവിടെ എയും മാർക്ക് ചെയ്യാം. കണ്ടോ, അത് ഞാൻ തിക്കായിട്ട് കാണിക്കുകയാണ്. കണ്ടോ, എന്ത് ചെയ്തത്, ഡി മാർക്ക് ചെയ്തു. ഡി
എ ഡിസ്റ്റൻസ് എടുത്ത് എയും മാർക്ക് ചെയ്തു. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതിൽ എ ബി ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക, ഡി സി ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോഴേക്കും എനിക്ക് ഇവിടെ ആരെ കിട്ടും? ഇപ്പൊ കിട്ടിയ റെക്ടാംഗിൾ എനിക്ക് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഈ ടോപ്പ് വ്യൂവിനെ ഇവിടെ കിട്ടി. എ ബി സി ഡി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ എ എന്ന ലൈൻ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക, ഡി എന്ന് പ്രൊജക്ട് ചെയ്യുക. ഡി എവിടെയായിരിക്കും? ഓക്കെ, എ ഒത്തിരി മുകളിൽ നിന്ന് പോകണ്ട. എ ഇവിടെ വരെ മതി, ഇവിടം വരെ മതി. അപ്പൊ എ ഇവിടെ കിട്ടി, ഡി ഇവിടെ കിട്ടി, ബി നമുക്ക് മുകളിൽ കൊണ്ടുപോകണം, സിയും മുകളിൽ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ലൈൻ ബി സി ലൈൻ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എന്തായിരിക്കും? ദിസ് വിൽ ബി സി, ദിസ് വിൽ ബി ബി. ഇത് ഏതായിരിക്കും? എയും എയും, ഡിയും ഡിയും. അപ്പൊ നമുക്ക് എ ബി സി ഡി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. സോ ദിസ് ഈസ് എ ബി സി ഡി. കണ്ടോ? നൗ ദ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദി. ഈ പ്രൊസീജിയർ വേണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്.